പാരലിൽ റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി അലാം വന്നിട്ട് നമ്പർ 3 ഫുൾ ലോഡ് എടുത്തിട്ട് ഓവർ സ്പീഡ് ട്രിപ്പ് ആവുക. അതോടൊപ്പം അതിൻ്റോടൊപ്പം ഏതാണോ പാരൽ റൺ ചെയ്യുന്നത് അതും ഹൈ ഫ്രീക്വൻസി വന്നിട്ട് ട്രിപ്പ് ആവുക. അങ്ങനെ ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ നമ്മളതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ഇപ്പോൾ നല്ല മോശം വെതറുമാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു അനലൈസ് നടത്തി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗവർണർ മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ ഞാൻ ഡയഗ്രം കാണിച്ചു തരാം. ഇത് ഫോർവേഡും ഇത് റിവേഴ്സും. ഇപ്പോൾ ചെങ്ങന്മാരെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കാർഗോ ഓപ്പറേഷൻ നടക്കുന്ന സമയത്തായിരുന്നു ഇഷ്യൂ ഉണ്ടായത്. പിന്നീട് നമുക്ക് സെയിലിംഗ് ടൈം കിട്ടി. നമ്മൾ സെയിലിംഗ് ടൈമിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ 2 3 ജനറേറ്റർ പാരൽ റണ്ണിങ് ആയിരുന്നു. 2 3 ജനറേറ്റർ പാരൽ റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ N2 ജനറേറ്റർ ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ N2 ജനറേറ്ററിൻ്റെ 50% കപ്പാസിറ്റി, കശിവയുടെ N2 ജനറേറ്റർ 50% കപ്പാസിറ്റിയിൽ 3 ജനറേറ്ററിൻ്റെ ആവശ്യമില്ല. അതിൽ ഞാൻ ഒരു ജനറേറ്റർ ബൈപ്പാസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2 3 പാരലൽ റൺ ചെയ്യുന്ന സമയത്ത് സെയിം ഇഷ്യൂ ഉണ്ടായി. അത് ഞാൻ നേരിട്ട് കണ്ടു. ഫ്രീക്വൻസി ആയി ഒന്നും നോക്കിയില്ല. എനിക്ക് എത്ര മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും അതിൻ്റെ ഫ്രീക്വൻസി ലോവർ ആവുന്നില്ല. അപ്പോൾ ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ആ സെയിം സമയത്ത്. ഞങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തു. ബ്ലാക്ക് ഔട്ടായി സ്റ്റാൻഡ് ബൈ ജനറേറ്റർ റണ്ണാക്കി നമ്മൾ ആ സിറ്റുവേഷൻ ഒഴിവാക്കി. അപ്പം നേരത്തെ സംഭവിച്ചത് 1ഉം 3ഉം പാരലൽ റൺ ചെയ്യുന്ന സമയത്തായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് 2ഉം 3ഉം പാരലൽ റൺ ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾ 3 ആണ്. അപ്പോൾ നമ്പർ 3 ജനറേറ്ററിലാണ് ഇഷ്യൂ വന്നത്. അങ്ങനെ ഞാൻ തേർഡ് എഞ്ചിനീയർ ഡിസ്കസ് ചെയ്തു. നമ്പർ 3ൻ്റെ എന്തൊക്കെയാണ് വർക്ക് പെൻഡിങ് ഉള്ളത്, ഫ്യൂൽ പമ്പ് ഓവറോൾ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അതൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞു. ഗവർണർ ഓയിൽ ലാസ്റ്റ് റീപ്ലേസ് ചെയ്തപ്പോഴാണ് നോക്കി. അത് ഏകദേശം ടൈം ആവുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗവർണർ ഓയിൽ റീപ്ലേസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വക അത് തേർഡ് എഞ്ചിനീയർ ചെയ്തോളും. തേർഡ് എഞ്ചിനീയറും ഫോർത്ത് എഞ്ചിനീയറും ഒക്കെ അസിസ്റ്റ് ചെയ്തിട്ട്, ഫോർത്ത് എഞ്ചിനീയർ അസിസ്റ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും, അതായത് സെക്കൻഡ് എഞ്ചിനീയറും എല്ലാവരും ഇതിൻ്റെ പുറകെയായിരുന്നു. ഞാൻ എൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കി ഞാൻ പാനലിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇത് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനൊരു ഇഷ്യൂ സംഭവിക്കണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടാവുക ഞാൻ സർക്യൂട്ട് ഡയഗ്രം നോക്കി മനസ്സിലാക്കി. ആ സർക്യൂട്ട് ഡയഗ്രമാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ഗവർണർ മോട്ടർ. ഗവർണർ മോട്ടറിൻ്റെ ഫോർവേഡും റിവേഴ്സും കറങ്ങാനുള്ള കോണ്ടാക്ടറാണ്. ഇതാണ് ഒരു കോണ്ടാക്ടർ, ഇത് അടുത്ത കോണ്ടാക്ടർ. അടുത്ത കോണ്ടാക്ടർ എന്ത് കോണ്ടാക്റ്റാണ് കേട്ടോ. കോണ്ടാക്ടർ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. കോണ്ടാക്ടറിലേക്ക് വരുന്ന കോയിൽ സപ്ലൈ ഇവിടെയും അതിൻ്റെ കോണ്ടാക്ട്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഈ GLX എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഓട്ടോ മാനുവലാണ്. ഇതിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മാനുവൽ മോഡാണ്. ഇവിടെ ലോവർ, ഓഫ്, റൈസ്. അപ്പം നമ്മൾ ഗവർണർ മോഡൽ ലോവർ റൈസും ചെയ്യുമ്പോൾ മാനുവൽ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണക്ഷൻ ആവും, ഇത് NC ആവും. ഇപ്പോൾ ലോവർ ആണെങ്കിൽ ഇവിടെ പിടിക്കും. ഇതാണ് ലോവർ. ലോവർ ആകുമ്പോൾ ഇവിടെ പിടിക്കും. ഇവിടെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക്, നിങ്ങൾക്ക് തന്നെ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ GR3 കറക്കും. GR3 എന്ന് പറഞ്ഞാൽ അത് കോണ്ടാക്ടർ. ആ കോണ്ടാക്ടറിലേക്ക് സപ്ലൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് GR3യുടെ ഈ 2 ഇത് അത് പിടിക്കും. അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവർണർ മോട്ടർ റൺ ചെയ്യും. ഇനി നമ്മൾ റൈസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക്, ഇവിടെ ഈ റെഡ് കറുത്ത കുത്തില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് പോവുക. ഇങ്ങനെ പോയിട്ട് IF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർവേഡ് കറങ്ങാനുള്ള നമ്മുടെ കോണ്ടാക്ടറാണ്. അപ്പോൾ GF3യിലേക്ക് ഓയിൽ സപ്ലൈ പോയി കഴിഞ്ഞാൽ GF3 ഇത് 2 പിടിച്ചിട്ട് നമ്മുടെ 110 വോൾട്ട് ഇങ്ങനെ നമ്മുടെ ഗവർണർ മോട്ടറിലേക്ക് വരും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോ. ഇപ്പോൾ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ 2 കോണ്ടാക്ടർ നോക്കി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ വരും. അതുപോലെ തന്നെ ഈ 65R3 65L3 എന്ന് പറയുന്ന ഈ റിലേ, അത് റിലേ അല്ല, റിലേയുടെ കോണ്ടാക്ട്സ് ആണ്. ആ റിലേ ഇതിൽ കാണിക്കാൻ പറ്റിയില്ല, കാരണം ആ റിലേ വേറൊരു സ്ഥലത്താണ്. ആ റിലേ കൺട്രോളറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിലാണ് ആ റിലേ ഉള്ളത്. ഇപ്പം നമ്മൾ ഈ ഓട്ടോ മാനുവലിൽ ഇതില്ലേ, ആ സ്വിച്ച് നമ്മൾ സെലക്ടർ സ്വിച്ചാണ്. നമ്മളത് എന്ത് ചെയ്യുക വെച്ചാൽ ഓട്ടോയിലിടുക. ഓട്ടോയിലിടുമ്പോൾ ഇത് തട്ടും, പിന്നെ ഇത് വിടും. അപ്പോൾ ഇത് തട്ടുമ്പോൾ നോക്കുക, 65R3 പിടിക്കുകയാണെങ്കിൽ നോക്ക്, 65R3 പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി മേലെ കൂടെ പോയി GF3 റൺ ചെയ്യും. അപ്പോൾ 65R3 എന്ന റിലേ ആണ് ഫോർവേഡ് റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. 65L3 റിലേ പിടിക്കുമ്പോൾ റിലേയുടെ NO കോണ്ടാക്ട് NC ആവും. എന്നിട്ട് ഇങ്ങനെ പോകും, ഇങ്ങനെ പോയിട്ട് GR3 പിടിക്കും.
അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിലേതെങ്കിലും റിലേ, അതായത് ഇതിലിപ്പോൾ ഫോർവേഡ് റൺ ചെയ്യുന്ന റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഫോർവേഡ് റൺ ചെയ്യുന്ന റിലേ, അതാ 65R3. അപ്പോൾ ഞാൻ 65R3ൻ്റെ സ്പെയർ ഉണ്ട് നോക്കിയപ്പോൾ അത് സ്പെയർ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതാണെന്ന് വിചാരിച്ചത്. ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ ഇഷ്യൂ ഉണ്ടാകുന്നവർ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ മനസ്സിലായി 65R3 റിലേ ഇല്ലേ ആക്ടിവേറ്റ് ആയിട്ടും അതെന്ത് ചെയ്ത് അത് വിട്ട്. പക്ഷേ എന്നിട്ടും GF3 എന്ത് ചെയ്ത് കണ്ടിന്യൂസ് ലാച്ചായി. അതിൻ്റെ മീനിങ് GF3ലേക്ക് സപ്ലൈ പോയതുകൊണ്ടല്ല, GF3ലേക്ക് സപ്ലൈ പോയിട്ടില്ല. 65R3 ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാലേ GF3ലേക്ക് സപ്ലൈ പോവുള്ളൂ. പക്ഷേ GF3ലേക്ക് സപ്ലൈ പോയിട്ടില്ല. എന്നിട്ടും എന്ത് സംഭവിച്ചു, ഇത് പിടിച്ചെടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ സപ്ലൈ ഒന്നുമില്ല, അതായത് GF3യുടെ കോയിൽ സപ്ലൈ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ കോൺട്രാക്ടറില്ലേ അതിൻ്റെ കോയിൽ അങ്ങോട്ടും കൂടെ നീങ്ങുന്നില്ലേ, ആ കോയിലിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കുത്തി പിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ ഈ NO ഇല്ലേ, ഈ NO NC ആവും. എന്നിട്ട് ഇത് ഈ 110 വോൾട്ട് മോട്ടറിലേക്ക് കിട്ടും. അതേ ഇഷ്യൂ ആണ് ഇവിടെ ഉണ്ടായത്. ഇത് കണ്ടിന്യൂസ് ലാച്ചായി ഈവൻ ദോ ഇതിൻ്റെ കോയിലിൽ സപ്ലൈ ഇല്ല. പക്ഷേ എന്ത് കിട്ടി അതിന്, 110 വോൾട്ട് ഇവിടുന്ന് സുറന്ന് കിട്ടി, മോട്ടർ റൺ ചെയ്ത്. അതാണ് സംഭവിച്ചത്. ഈ റിലേ നമ്മുടെ 24 വോൾട്ട് DC കൊടുക്കുന്ന റിലേ ഇല്ലേ, അത് ഡീആക്ടിവേറ്റ് ആയിട്ടും നമ്മുടെ ഗവർണർ റൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കോൺട്രാക്ടർ അത് കണ്ടിന്യൂസ് ലാച്ചിങ് ആയി കിടക്കുക. കണ്ടിന്യൂസ് ലാച്ചിങ് ആയി കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗവർണർ മോട്ടറിന് 110 വോൾട്ട് സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ, ഗവർണർ മോട്ടർ കണ്ടിന്യൂസ് ആയി റൺ ചെയ്യുക. കണ്ടിന്യൂസ് ആയി റൺ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂൽ ട്രാക്ക് ഫുള്ള് പുഷ് ചെയ്യുക. അതിലേക്ക് ഫ്യൂൽ ട്രാക്ക് ഫുള്ള് പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഗവർണർ ഫുള്ള് പുഷ് ചെയ്യുക. ഗവർണർ ഫുൾ പുഷ് ഫ്യൂൽ ട്രാക്ക് മൊത്തം ഫ്യൂൽ പമ്പിലേക്ക് പോകും. അങ്ങനെ മൊത്തമായി പോകുമ്പോൾ എന്ന് ചോദിച്ചാൽ കൂടുതൽ ഫ്യൂവൽ പോവുകയും കൂടുതൽ ഫ്യൂവൽ പോകുന്നതിൻ്റെ ഫലമായിട്ട് ജനറേറ്റർ ഭയങ്കര ഹെവി സ്പീഡിൽ റൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ജനറേറ്ററിൻ്റെ ഓവർ സ്പീഡ് റിലേ ഉണ്ട്. ആ റിലേ ഒരു സെറ്റ് പോയിന്റ് വെച്ചിട്ടുണ്ടാവും. ആ സെറ്റ് പോയിന്റ് എത്തുമ്പോഴേക്കും റിലേ എന്ത് ചെയ്യും, ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിനെ ജനറേറ്ററിനെ ട്രിപ്പ് ആക്കും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് എന്താ സംഭവം, അത് ആ റിലേ ആണ്. ഏത്, നമ്മുടെ ഗവർണർ മോട്ടറിനെ റൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന റിലേ. ആ റിലേയുടെ പ്രത്യേകത ഇത്, ഈ ഇഷ്യൂ ഇല്ലേ എല്ലാ പഴയ ഷിപ്പിലും സംഭവിക്കുന്നതാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു 10-15 വർഷമായിട്ട് ആ റിലേ എപ്പോഴും ഓരോ കാർഗോ ഓപ്പറേഷനും ഓരോ എൻഡ് ഓപ്പറേഷനും ടക്ക് 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 അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക വിടുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ആ കപ്പാസിറ്റി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസും ഡസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് അത് ഒരു പ്രാവശ്യം ലാച്ചായി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നേരം ലാച്ചായിരിക്കും, അല്ലെങ്കിൽ ലാച്ചാവാൻ സമയം എടുക്കും. ഇങ്ങനെ ഓരോ ഇഷ്യൂ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ റിലേ ഒക്കെ മാറ്റണം. എസ്പെഷ്യലി ഈ കോൺട്രാക്ടർ എപ്പോഴും ആക്ഷനാണ്, ടക്ക് 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 അടിച്ചുകൊണ്ടിരിക്കുന്ന റിലേ. അപ്പോൾ എൻ്റെ അടുത്ത് ആ സ്പെയർ ഇല്ല. ഞാനത് ഓൾറെഡി നോക്കി വെച്ച ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ അടുത്ത് സ്പെയർ ഇല്ല. അപ്പോൾ സ്പെയറിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കമ്പനിക്ക് മെയിൽ അയച്ചു. സ്പെയറൊക്കെ ഞാൻ സൈൻ ഓഫ് ആയതിൻ്റെ ശേഷമാണ് സ്പെയർ വന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടി ഏകദേശം. കാരണം വല്ലപ്പോഴും ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. പക്ഷേ നമുക്ക് ഷിപ്പ് സ്റ്റിൽ റൺ ചെയ്യണ്ടേ, നമുക്ക് ഇനിയും കാർഗോ ഓപ്പറേഷൻ ഉണ്ട്, മാനുവറിങ് ഉണ്ട്. ആ സ്പെയർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ പാനൽ നോക്കിയപ്പോൾ ഈ സെയിം ടൈപ്പ് റിലേ വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാനലിൽ തന്നെ ഈ റിലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം ടക്ക് 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 അടിച്ചുകൊണ്ടിരിക്കും. ലോവർ റൈസ് ലോഡ് ഷെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതെങ്കിലും ഒരു മോട്ടർ റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കംപ്രസർ മോട്ടർ ഓട്ടോമാറ്റിക് റണ്ണായി, ആ സമയത്ത് 30 കിലോവാട്ട് കംപ്രസർ മോട്ടറാണെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഷെയർ ചെയ്യണ്ടേ, അപ്പോൾ തന്നെ ഈ കോൺട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കും. അപ്പോൾ അതിൽ വേറൊരു റിലേ ഈ സെയിം ടൈപ്പ് റിലേ ഉപയോഗിച്ചിട്ടുണ്ട് ആ പാനലിൻ്റെ ഉള്ളിൽ തന്നെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ N2 ജനറേറ്ററിൻ്റെ ഇൻ്റർലോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അതായത് ജനറേറ്റർ ലോഡിലായി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആയി, ജനറേറ്റർ ഓഫ് ലോഡ് കഴിഞ്ഞാൽ ഡിസെൻഗേജ് ആയി. അപ്പോൾ ആലോചിച്ച് നോക്ക്, ആ കോൺട്രാക്ടർ ഹെൽത്തിയാണ് കമ്പയർഡ് ടു ഈ കോൺട്രാക്ടർ. കാരണം ജനറേറ്റർ ലോഡിലാവുന്ന സമയത്ത് മാത്രം ടക്ക്, പിന്നെ തിരിച്ച് റിട്ടേൺ അടിക്കും. അപ്പം പക്ഷേ മറ്റേ കോൺട്രാക്ടർ എപ്പോഴും കണ്ടിന്യൂസ് ആയി ടക്ക് ടക്ക് ടക്ക്. അപ്പം അതിൻ്റെ കോയിലും ഇതിൻ്റെ കോയിലും വെച്ച് നോക്കുമ്പോൾ ഇത് വീണ്ടും ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിത് റീപ്ലേസ് ചെയ്ത്, അത് എക്സ്ചേഞ്ച് ചെയ്ത്, ഇതെടുത്തിട്ട് അങ്ങോട്ട് വെച്ച് അതെടുത്ത് ഇങ്ങോട്ട് വെച്ച്. കാരണം ഈ കോൺട്രാക്ടർ കുറേ ലോഡ് ഷെയറിങ് വരുമ്പോഴാണല്ലോ ഈ കണ്ടിന്യൂസ് ലാച്ചിങ് ആവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു തവണ ലാച്ചായിട്ട് കുറേ ലോങ് റൺ ചെയ്തതിന് ശേഷം ഡിസെൻഗേജ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതും റീപ്ലേസ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ആ പാനൽ ബോർഡിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിട്ട് ആണ് ഞാൻ ആ മാനുവറിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് പോയത്. അതായത് എൻ്റെ സൈൻ ഓഫ് വരെ, എന്നെ സൈൻ ഓഫ് ആയി കഴിഞ്ഞിട്ട് പുതിയ ആൾ വന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് സ്പെയർ കിട്ടിയത്. ആക്ച്വലി കമ്പനി പറഞ്ഞു എല്ലാം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 12, അതായത് ഒരു ജനറേറ്റർ 2 ഉണ്ടാവും. കാരണം ലോവർ റൈസും വേണ്ടേ.
അപ്പോൾ രണ്ടും ചേഞ്ച് ചെയ്തു. അങ്ങനെ 3 ജനറേറ്റർ ആകുമ്പോൾ 6 എണ്ണം, അങ്ങനെ നമുക്ക് 6 എണ്ണം സ്പെയർ ആക്കി വെക്കാൻ വേണ്ടി തന്നു. കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് സാധനമാണിത്. നിങ്ങൾ എപ്പോഴും ഷിപ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഗവർണർ മോട്ടറിൻ്റെ ലോവർ പ്രൈസിൻ്റെ കോൺട്രാക്ടർ എപ്പോഴും സ്പെയർ ആക്കി വെക്കുക. അത് സ്പെയർ ഇല്ലെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് അത് ഓർഡർ കൊടുക്കുക. അഥവാ കമ്പനി ചോദിക്കുകയാണെങ്കിൽ പറയാം ഇതൊരു ക്രിട്ടിക്കൽ സ്പെയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 എണ്ണമൊക്കെ സ്പെയർ ആക്കി വെക്കുക. അപ്പോൾ ഇതാണ് ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡ്. ഇത് കണ്ടുപിടിക്കാൻ വന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്. കാരണം വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിംഗപ്പൂർ സ്ട്രീറ്റ് വെച്ചിട്ടാണ് നമുക്ക് ബ്ലാക്ക് ഔട്ട് ആയത്. അപ്പോൾ മാനുവറിങ് സമയത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. ഒരു കുഞ്ഞ് റിലേയുടെ ലാച്ചിങ് കാരണം ഒരു ഷിപ്പ് മൊത്തം ബ്ലാക്ക് ഔട്ടായി. നിങ്ങൾക്കൊന്നും ബ്ലീറ്റിൻ്റെ ആവശ്യത്തിന് നമ്മൾ 3 ജനറേറ്റർ റൺ ചെയ്യും. ഓക്കെ, ഇവർക്ക് ആങ്കർ ഇടാൻ BT വേണമായിരുന്നു. അപ്പം 3 ജനറേറ്റർ റൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജനറേറ്റർ ഹൈ ഫ്രീക്വൻസി കാണിച്ചാൽ 3 ജനറേറ്റർ ഒരുമിച്ച് അങ്ങ് പോകും. നിങ്ങൾ എത്ര മാനുവലിലിട്ടിട്ട്, നിങ്ങളിപ്പോൾ മാനുവലിലിട്ട് നമ്മൾ ഗവർണറിൻ്റെ കൺട്രോളർ വെച്ചിട്ട് ലോവർ ചെയ്യാൻ വേണ്ടി നോക്കി, ലോവർ ആവില്ല. കാരണം എന്താ പറയുക, ആ കോൺട്രാക്ടർ കണ്ടിന്യൂസ്ലി പിടിച്ചുകൊണ്ടിരിക്കുക. ആ കോൺട്രാക്ടർ കണ്ടിന്യൂസ്ലി പിടിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഗവർണർ മോട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂൾ സപ്ലൈ പോയിക്കൊണ്ടിരിക്കും. ഒരു ജനറേറ്റർ തോന്നിയ ദിവസം കാണിച്ചാൽ മതി, 3 ജനറേറ്റർ ഒരുമിച്ച് കാണിക്കും. കാരണം എന്താ, സിങ്ക്രണൈസ്ഡ് ആണ്, 3 ജനറേറ്റർ സിങ്ക്രണൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ കാണിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏതൊരു ETOയും ചെന്ന് കഴിഞ്ഞാൽ പാനൽ ബോർഡ് നോക്കുക, പാനൽ തുറക്കുക. പാനൽ തുറത്തിട്ട് ഗവർണറിൻ്റെ ലോവർ റൈസും കോൺട്രാക്ടർ, ആ കോൺട്രാക്ടർ മോഡൽ ഏതാണോ, ടൈപ്പ് ഏതാണോ, സാധനം ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ക്രിട്ടിക്കലായിട്ട് വളരെ എടുത്തു വെക്കുക. ഇല്ലെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ട്രബിൾ ഷൂട്ടിംഗ് വീഡിയോസും അതെങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ETO ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.